കുവൈത്തിൽ കുടുംബ സന്ദർശന വിസ പുനരാരംഭിച്ച നടപടിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മലയാളികളടക്കമുള്ള പ്രവാസികൾ. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് രാജ്യത്ത് ദീർഘകാലമായി നിർത്തിവെച്ച കുടുംബ സന്ദർശന വിസ പുനരാരംഭിക്കുന്നത്. വിവിധ റെസിഡൻസ് അഫയേഴ്സ് വകുപ്പുകൾ വിസയ്ക്കായുള്ള അപേക്ഷകൾ നാളെ മുതൽ സ്വീകരിച്ചു തുടങ്ങും. വർഷങ്ങൾക്ക് ശേഷം കുവൈത്തിൽ കുടുംബങ്ങൾക്ക് സന്ദർശന വിസ അനുവദിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ. ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കുവൈത്തിൽ കുടുംബങ്ങൾക്ക് സന്ദർശന വിസ അനുവദിക്കുമെന്നുള്ള വാർത്ത തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതിൽ ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടിയും ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്കെങ്കിലും വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമാണ്. കാരണം ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിസിറ്റിംഗ് വിസ അനുവദിക്കുന്നത്. തുടർന്നുള്ള കാലയളവിൽ ഒരുപക്ഷെ ഈ മാനദണ്ഡങ്ങളിലൊക്കെ മാറ്റം വരുത്തി എല്ലാ ആളുകൾക്കും വരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കുവൈത്തിന്റെ ഒരു സാഹചര്യം, കുവൈത്ത് നിലനിർത്തി പോന്നിരുന്ന ഒരു ഹ്യൂമനിറ്റേറിയൻ കൺസിഡറേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രവാസികൾക്ക് കുടുംബ വിസ അനുവദിച്ച് ആഭ്യന്തര മന്ത്രാലയം തീരുമാനം പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ കുറെ നാളുകളായി നിർത്തലാക്കിയിരുന്ന ഫാമിലി വിസ കുവൈത്ത് അധികൃതർ വീണ്ടും നൽകാൻ വേണ്ടി തീരുമാനിച്ച വിവരം വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രവാസികളൊക്കെ സ്വാഗതം ചെയ്തത്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കുവൈത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഇന്ത്യക്കാരാണ്. അതിൽ കുടുംബസമേതം താമസിക്കുന്നത് ഭൂരിപക്ഷവും മലയാളികൾ എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി തങ്ങളുടെ ഭാര്യയെയും മക്കളെയും അടക്കം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കാതിരുന്ന ഫാമിലികൾ വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അതിന് പ്രത്യേക ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അത് പൂർണ്ണമായും അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. 800 ദിനാർ മാസശമ്പളവും ഡിഗ്രിയുമുള്ള ആളുകൾക്ക് മാത്രം ഒരു പ്രത്യേക ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് അതിനുള്ള പെർമിഷൻ നൽകിയിരിക്കുന്നത്. ഫാമിലി വിസ നൽകുന്നതിന് കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തിയതിനാൽ മഹാഭൂരിപക്ഷം വരുന്ന പ്രവാസികൾക്കും ആനുകൂല്യം ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചിരുന്നില്ല. കുവൈറ്റിൽ ഫാമിലി വിസ പുനരാരംഭിക്കാനുള്ള കുവൈറ്റ് ഗവൺമെന്റിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് കാലമായിട്ട് ഫാമിലി വിസ ഇല്ലാത്തതുകൊണ്ട് നല്ല പ്രൊഫഷണൽസ്, അതേപോലെ തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്ന ആളുകളൊന്നും കുവൈറ്റിൽ വരാൻ തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഫാമിലിയെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നത് തന്നെ. അതിനിപ്പോൾ ഒരു പരിഹാരമായിട്ടുണ്ട്. എന്നാൽ അതിന് വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ഉയർന്ന സാലറി ഉണ്ടായിരിക്കുക. അത്തരം കണ്ടീഷൻസ് കുറച്ചുകൂടി ഗവൺമെൻറ് ഇളവ് വരുത്തുകയാണെങ്കിൽ പരമാവധി ആളുകൾക്ക് അതിൻ്റെ ഉപകാരം കിട്ടും എന്നുള്ള നിലക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തിപ്പഴം പഴുത്തപ്പോൾ കാക്കക്ക് വായ്പുണ്ണ് എന്ന പോലെയായി കുവൈത്തിലെ കാര്യങ്ങൾ. 3 വർഷത്തോളം കോവിഡിന് ശേഷം കാത്തിരുന്ന ആ ഒരു വാർത്ത കുവൈത്ത് പ്രവാസികൾ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിലെ നിബന്ധനകളും വ്യവസ്ഥകളും കണ്ടപ്പോൾ ഫാമിലിയായി താമസിക്കുവാൻ കാത്തിരുന്ന ആളുകളെ തീർത്തും നിരാശരാക്കുന്ന ഒരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്നാൽ കഴിഞ്ഞ ദിവസം കുടുംബ ടൂറിസ്റ്റ് സന്ദർശന വിസകൾ അനുവദിക്കുമെന്ന സർക്കാരിന്റെ തീരുമാനം സന്തോഷപൂർവ്വമാണ് പ്രവാസികൾ സ്വീകരിച്ചത്. നാളെ മുതലാണ് വിസ അപേക്ഷകൾ സ്വീകരിക്കുക. കുവൈറ്റിൽ പുതുതായിട്ട് ഫാമിലി വിസ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഉദ്ദേശിച്ച ഫലം അതുകൊണ്ട് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം പുതുതായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള നിബന്ധനകൾ, ആ നിബന്ധനകൾ മിനിസ്ട്രി തലത്തിലോ അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റുകളിലോ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് പ്രയോജനപ്രദമാകുന്നുള്ളൂ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളൊരു വിലയിരുത്തൽ. സാധാരണക്കാരായ പ്രവാസികൾക്ക് ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കുടുംബത്തെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പ്രായോഗികമായിട്ട് അത് നടപ്പാകും എന്ന് വിശ്വസിക്കുന്നില്ല. മെറ്റാ പ്ലാറ്റ്ഫോം വഴി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്താണ് അപേക്ഷകർ റെസിഡൻസി ഓഫീസുകൾ എത്തേണ്ടത്. നിലവിൽ 400 ദിനാർ ശമ്പളമുള്ള പ്രവാസികൾക്ക് പിതാവ്, മാതാവ്, ഭാര്യ, മക്കൾ എന്നിവരെ സന്ദർശന വിസയിൽ കൊണ്ടുവരാം. എന്നാൽ വിസയുടെ കാലാവധി, പ്രായപരിധി തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഒമാനിൽ നമുക്കറിയാം, ഗൾഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം ഒമാൻ. അവിടെ സാലറി ക്യാപ്പ്, ഫാമിലിക്ക് താമസിക്കാനുള്ള സാലറി ക്യാപ്പ് താഴേക്ക് കൊണ്ടുവരികയാണ് ഒമാനി ഗവൺമെൻറ് ചെയ്തത്. നാം ആഗ്രഹിക്കുന്നത് കുവൈത്ത് ഗവൺമെൻറ്റും ചെറിയ ഒരു ക്യാപ്പിലേക്ക് എല്ലാവർക്കും ഫാമിലിയായി താമസിക്കാൻ കഴിയുമാറുള്ള ഒരു തലത്തിലേക്ക് ഈ സാലറി ക്യാപ്പിനെ താഴേക്ക് കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് നാം ഉള്ളത്. അങ്ങനെ ചെയ്യാൻ കുവൈത്ത് ഗവൺമെൻറ്റിന് കഴിയുകയാണെങ്കിൽ അത് കുവൈത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾക്ക് വലിയ മനസ്സമാധാനവും സ്വസ്ഥതയും ശാന്തിയും പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ആ അർത്ഥത്തിൽ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, എംബസിയുടെ ഭാഗത്തു നിന്നും, കുവൈത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നുമൊക്കെ
ഈ രൂപത്തിലുള്ള നല്ല ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് നമുക്കുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് സൂചനകൾ. അതിനിടെ സന്ദർശന വിസയിൽ വരുന്നവർക്ക് കുവൈറ്റ് ദേശീയ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിർബന്ധമാക്കിയത് മലബാറിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കും. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.